ഡയബറ്റീസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ ഒരു പേഷ്യൻറ്റ് 760 ഷുഗറായിട്ട് വന്നു. 760 അത് കൂടുതലല്ലേ? ടു ഒ പി ഡി നടന്നു വരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു രണ്ട് വാല്യൂ അല്ല ഡയബറ്റീസ്. ഒരു എക്സാമ്പിൾ ഒരാളെ ഉദാഹരണം പറയാം. എ എന്നൊരാൾ രാവിലെ ഷുഗർ നോക്കിയപ്പോൾ ഫാസ്റ്റിംഗ് 90, ആഫ്റ്റർ ഫുഡ് 140. എ വളരെ സന്തോഷത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ അടുത്ത ആളുടെ കല്യാണം ഉച്ചയ്ക്ക് പോകുന്നു. പറയുന്നത് എനിക്ക് രാവിലെ 90 ഉച്ചയ്ക്ക് പോയി കല്യാണത്തിൽ സദ്യയും പായസം കഴിച്ചു. അദ്ദേഹത്തിന് 300. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം വളരെ കംഫർട്ടാണ്. തിരിച്ചു വരുന്ന വഴിക്ക് 3 മണിയാകുമ്പോൾ കുറച്ച് കൊള്ളിക്കിഴങ്ങ് കഴിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു എനിക്ക് രാവിലെ 90. വൈകുന്നേരം ആകുമ്പോൾ 2 പഴംപൊരിയും ചായയും കഴിച്ചു. അദ്ദേഹം പറയുന്നത് എനിക്ക് രാവിലെ ഷുഗർ 90, 130. അദ്ദേഹത്തിന് ആ പഴംപൊരി കഴിച്ചാൽ ഷുഗർ 300. വൈകുന്നേരം ഞാൻ 2 പൊറാട്ടയും കഴിച്ച് കിടന്നുറങ്ങുന്നു. അദ്ദേഹം വളരെ കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഈ അസുഖത്തിൻ്റെ പേര് സൈലൻറ്റ് കില്ലർ. അപ്പോൾ നമ്മുടെ ആളുകൾ 2 ഷുഗർ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്, ഫാസ്റ്റിംഗ് ആൻഡ് PP. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? രാത്രി ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള ഷുഗറിനെ എന്തെന്നാണ് വിളിക്കുക? ഇതാണ് ഡയബറ്റീസ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുക? ഈ 2 ഷുഗർ കൊണ്ട് മരുന്ന് കൊടുത്താൽ ഈ ആളുകൾ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കുമോ? ഇല്ല. കോംപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്ത് വേണം? HbA1c എന്ന് പറയുന്ന 3 മാസത്തിലൊരിക്കൽ നോക്കുന്ന ഡയബറ്റീസ് നിയന്ത്രണ വിധേയമാണോ എന്ന് അറിയുന്ന ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ട്. 3 മാസം കൂടുമ്പോൾ 3 മാസത്തിലൊരിക്കൽ. ആ HbA1c 6.5 ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആളുകൾ പ്രായത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം, മറ്റുള്ള അവയവങ്ങളുടെ അസുഖങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ബട്ട് 6.5 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ മറ്റൊരു അവയവങ്ങളും കേടുവരാതെ ജീവിക്കാം.